ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് അലങ്കാര മത്സ്യങ്ങളിൽ അത്യാവശ്യം നല്ലൊരു ഒരു അലങ്കാര മത്സ്യം തന്നെയാണ് ഓസ്കാർ എന്ന് പറയുന്നത്. ഈ ഓസ്കാറിന് നമ്മുടെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള എമൗണ്ട് വരുന്നുണ്ട്. പെർ പീസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ചെറിയ കുഞ്ഞൻ തന്നെ ഏകദേശം 100, 200, 300 രൂപയൊക്കെ വരുന്നുണ്ട്. ആ ഫിഷിന് എങ്ങനെയാണ് ഇത്രയും റേറ്റ് വരുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? കാരണം അത്രയും കഷ്ടപ്പാടിന്റെ ഒരു കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. കാരണം അത്രയും ചെറുതിലെ വലുതാക്കി കൊണ്ടുവരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാല് സ്റ്റാർട്ടിങ്ങിലെ ആർട്ടീമിയയും അതേമാതിരി തന്നെ നമ്മുടെ മൊയിനെയൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ക്വാളിറ്റിയിൽ അവർക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ആർട്ടീമിയക്ക് നല്ല രീതിയിലുള്ള റേറ്റ് വരുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് അത്രയും റേറ്റും ഓസ്കാറിന് വരുന്നുണ്ട്. അപ്പോൾ ആ റെഡിഷ് കളറൊക്കെ വരണമെങ്കിൽ ആർട്ടീമിയ കൊടുത്തിട്ട് തന്നെ വളർത്തണം. സർവൈവ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എഗ്ഗൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം 300, 350 എഗ്ഗൊക്കെ ഇടും. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് വരുന്നത്. അപ്പൊ അവരെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ, അതായത് എഗ്ഗിങ് മുതൽ അവരെ ഏകദേശം പൂർണ്ണ വളർച്ചയാവുന്നവരെയുള്ള ജസ്റ്റ് ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യണം കേട്ടോ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോണത് അവരെ എഗ്ഗിങ് സ്റ്റേജ് ആണ് കേട്ടോ. അതായത് മെത്തിലിൻ ബ്ലൂവിൽ ഇട്ട് വെച്ച എഗ്ഗിങ് സ്റ്റേജ് ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ആ ഒരു എഗ്ഗ് താഴോട്ട് വീണ്, അതായത് താഴോട്ട് വീണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന. ചെറിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ആ ടൈലിൽ നിന്ന് താഴോട്ട് വീണ് ഒരു സൈഡിലേക്ക് വീണിട്ട് ഓരോ കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങുന്നതാണ് ഈ കാണുന്നത്. വിരിഞ്ഞിറങ്ങി ആർട്ടീമിയ കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റേജ് ആണ് ഈ കാണുന്നത്, 4ാമത്തെ സ്റ്റേജ്. ഒരു എന്താ പറയാ, ആർട്ടീമിയൊക്കെ എടുക്കാനുള്ള പ്രായം. അത് കഴിഞ്ഞാൽ ഏകദേശം മൊയിനിയൊക്കെ എടുക്കാനുള്ള പ്രായമാണ് ഇപ്പൊ കാണുന്നത്. ഇത് കഴിഞ്ഞാലാണ് അടുത്തത് നമ്മുടെ ഏകദേശം പെല്ലറ്റ് ഫുഡ്സും കാര്യങ്ങളൊക്കെ വന്നു. അടുത്തതായിട്ടാണ് അവരെ ബ്രീഡിംഗ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ഇതാണ് അവരെ മെയിൻ സ്റ്റേജ് ആയിട്ട് വരുന്നത്. അവരെ ബ്രീഡിംഗ് പെയർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു കുളത്തിലാണ് അവരെ മുഴുവനായിട്ട് ഇട്ട് വെക്കുന്നത്. അവരിട്ടതിന് ശേഷം ഇതുപോലത്തെ ബോക്സ്, അതായത് ഇഷ്ടിക ബോക്സ് ആക്കി വെച്ച് അതിൽ ടൈലാക്കിയിട്ട് അതിലാട്ടോ എഗ് ചെയ്യാം. അവർ എഗ് ചെയ്യാൻ ഏകദേശം ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് എഗ് ചെയ്യും. അടുത്ത സ്റ്റേജ് ആയിട്ട് കാണുന്നതാണ് ഈ ഫുൾ സ്റ്റേജ്, അതായത് അവരെ മുഴുവൻ സ്റ്റേജ് ആണ് ഇപ്പൊ കാണുന്നത് കേട്ടോ. അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്